CSEB എക്സാം ഇന്നാണ് നടക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിൻ്റെ മുന്നേ വന്ന എക്സാം അപേക്ഷിച്ച് ഈ എക്സാമിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ടഫായിരുന്നോ, ഈസി ആയിരുന്നോ, സബ്ജക്റ്റ് ആയിരുന്നോ കൂടുതൽ ടഫ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഈസി ആയിരുന്നോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉദ്യോഗാർത്ഥികളോട് റിവ്യൂ ചോദിക്കാം. പേരെന്താ? സിമില. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്തെങ്കിലും ആദ്യമായിട്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ സബ്ജക്റ്റ് പേപ്പറാണോ അല്ലെങ്കിൽ മറ്റു പേപ്പറാണോ, ഏതാണ് ഈസി ആയിട്ട് തോന്നിയത്? ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് JCI, കേരള ബാങ്ക് അങ്ങനത്തെ എക്സാമിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? CSEB വേണ്ടത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ സബ്ജക്ട് പേപ്പറാണോ അല്ലെങ്കിൽ മറ്റു പേപ്പറാണോ ടഫായിട്ട് തോന്നിയത്? എനിക്ക് മാത്സ് സമയത്തിന്റെ കുറവായിരുന്നു. മറ്റേ ലോയും അക്കൗണ്ട്സും പിന്നെ അടുത്ത JCI, കേരള ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് JCI അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടിനും പ്രിപ്പറേഷൻ ഇങ്ങനെ സെൽഫായിട്ടാണോ അല്ലെങ്കിൽ സെൽഫായിട്ടാണ് നടക്കുന്നത് അല്ലേ? എക്സാം ഏതായിരുന്നു കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്? എളുപ്പമായിട്ട് എക്സാം സബ്ജക്റ്റിൽ എളുപ്പമായിട്ട് തോന്നിയതായിരുന്നു കോർപ്പറേഷൻ. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? സമയത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മാസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിനെ അപേക്ഷിച്ച് ഇതിൽ ടഫാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടഫല്ല, ഈസി തന്നെയായിരുന്നു. JCI, കേരള ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ചെറുതായി സെൽഫായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ബ്രോന്റെ പേരെന്താ? എൻ്റെ പേര് ബേസിൽ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഏതാണ് ടഫായിട്ട് തോന്നിയത്? അങ്ങനെ തോന്നിയില്ല. എളുപ്പമായിരുന്നു. സബ്ജക്റ്റ് ഒക്കെ എളുപ്പമായിരുന്നു. ഓക്കെ. കട്ട് ഓഫ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്? എത്ര കിട്ടുന്നുള്ള മാർക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ. ഫസ്റ്റ് ടൈം ആണോ എഴുതുന്നത്? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. ഇനി അടുത്ത JCI, കേരള ബാങ്കിന് അങ്ങനെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചില്ല. അപ്പോൾ കേരള ഇത് മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നു. ഇതിന് ടഫായിട്ട് തോന്നി സബ്ജക്റ്റ് അല്ലേ? മാത്സിൽ ചിലതൊക്കെ ഡൗട്ട് തോന്നി. ലോയും കോർപ്പറേഷനും ഒക്കെ സബ്ജക്റ്റ് ടോപ്പിക്കുകളൊക്കെ എളുപ്പമായിരുന്നു അല്ലേ? പിന്നെ ഡൗട്ട് തോന്നിയത് മാത്സ് മാത്രം. കട്ട് ഓഫ് എങ്ങനെയും പ്രതീക്ഷയുണ്ട്? ഇത്ര മാത്രം നല്ല കട്ട് ഓഫ് ഉണ്ടാവും. നല്ല കട്ട് ഓഫ് ഉണ്ടാവും. അതെ, നല്ല കട്ട് ഓഫ് തന്നെ ഉണ്ടാവും ഉറപ്പാണ്. കാരണം ഈസി ആയതുകൊണ്ട് നല്ല കട്ട് ഓഫ് ഉണ്ടാവും അല്ലേ? അടുത്ത JCI, കേരള ബാങ്ക് അങ്ങനെ സെൽഫായിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, ഞാൻ കോച്ചിങ് സെന്റർ ഉണ്ട് അല്ലേ? മാഡത്തിന്റെ പേര്? ബിജി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പൊതുവെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിമ്പിളായിട്ട് സബ്ജക്റ്റ് ഒക്കെ സിമ്പിളായിരുന്നു. സബ്ജക്റ്റ് നല്ല എളുപ്പമുണ്ടായി. പിന്നെ പൊതുവെ എളുപ്പമായിരുന്നു. മാത്സും ഒരു 2-3 കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കിയൊക്കെ വേഗം കിട്ടുന്നുണ്ടായിരുന്നു. കട്ട് ഓഫ് നല്ല കട്ട് ഓഫ് ഉണ്ടാവും. നല്ല കട്ട് ഓഫ് ഉണ്ടാവും. ഓക്കെ. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? JCI രണ്ടും ഉണ്ട്. സെൽഫായിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്? അതെ, ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു സെൽഫായിട്ട്. താങ്ക് യു മാഡം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അരുൺ ഖാൻ. ചേട്ടൻ്റെ? അരുൺ KV. ചേട്ടാ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. CSEB കുഴപ്പമില്ല. അത്യാവശ്യം പ്രാക്ടീസായിട്ട് എഴുതിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സബ്ജക്റ്റ് ആണോ ഏതാ ടഫായിട്ട് തന്നെ തോന്നിയോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. മാത്സ് കുഴപ്പമുണ്ടായി. കട്ട് ഓഫ് എങ്ങനെ ഉണ്ടാവും? നല്ല കട്ട് ഓഫ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടല്ലേ? പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി വല്ല പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ? JCI, കേരള ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുക. സെൽഫായിട്ട് തന്നെ. സെൽഫാണല്ലേ? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എക്സാം ആവറേജ് ടഫായിരുന്നോ? അങ്ങനെ ഏത് പേപ്പറായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്? പൊതുവേ സിമ്പിളായിരുന്നു. മാത്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ചൊക്കെ ടഫായിരുന്നു അല്ലേ? ഓക്കെ. അടുത്ത അപ്പോൾ കട്ട് ഓഫ് നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണോ തോന്നുന്നത്? കട്ട് ഓഫ് കൂടുതലായിരിക്കും അല്ലേ? മാഡത്തിന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഈസി ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. ആവറേജ് എക്സാം. മാഡത്തിനോ? ആവറേജ് തന്നെ. ടഫായിട്ട് വല്ല പേപ്പറും തോന്നിയോ? അങ്ങനെ സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും? ടഫല്ല. GK കഴിഞ്ഞ എക്സാമിന് വെച്ച് നോക്കുമ്പോൾ GK കുറച്ച് ടഫ്. കഴിഞ്ഞ എക്സാം ആയിരുന്നു GK എടുക്കും. മാമിനോ? സെയിം തന്നെ. സബ്ജക്റ്റ് ഒക്കെ അത്യാവശ്യം പ്രീവിയസും വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് ഈ എക്സാം ഈസി ആയിരുന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ സബ്ജക്റ്റ് ഈസി ആയിരുന്നു. GK ടഫായിരുന്നു. ടഫല്ല, കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു കുറച്ചും കൂടി എളുപ്പം. ആണല്ലേ? ഓക്കെ. കട്ട് ഓഫ് എങ്ങനെയാണ്? നല്ല കട്ട് ഓഫ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ? ഹൈ ആയിരിക്കും. ഹൈ കട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ. പിന്നെ JCI എക്സാം അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടാളും ചെയ്യുന്നു. CSEB എക്സാം എഴുതി കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളൊക്കെ പുതിയ എക്സാം സെൻറ്റർ വിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു.
പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് GK പലർക്കും ടഫായിരുന്നു, ചിലർക്ക് മാത്സ് ടഫായിരുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളാണ് പലർക്കുള്ളത്. പക്ഷേ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് ഈ എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കൂടാതെ കട്ട് ഓഫ് നല്ല രീതിയിലുള്ള കട്ട് ഓഫും കൂടി ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ എടുത്തപ്പോൾ മനസ്സിലാക്കിയത്.